السلام عليكم ورحمة الله وبركاته. نبي هريرة رضي الله عنه أن رسول الله صلى الله عليه وسلم قال ബിഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഇദാ മാതൽ അബ്ദു, ഒരു അടിമ മരണപ്പെട്ടു കഴിഞ്ഞാൽ, ഇൻഖതാ അൻഹു അമലുഹു, അവനെ തൊട്ട് അമലുകളൊക്കെ മുറിഞ്ഞു പോകുമില്ല. മിന സലാസിൻ, മൂന്ന് അമലുകൾ ഒഴിച്ച് ബാക്കി എല്ലാ അമലുകളും അവനെ തൊട്ട് സ്റ്റോപ്പാകും, മുറിഞ്ഞു പോകുമെന്നാൽ ഇനി പറയാൻ പോകുന്ന മൂന്ന് കാര്യങ്ങൾ അത് സ്റ്റോപ്പാവുകയില്ല. ലോകാവസാനം വരെയും അവന്റെ കർമ്മ പുസ്തകത്തിൽ രേഖപ്പെടുത്തപ്പെടുന്നതാണ്. മരണത്തിനു ശേഷവും അവനക്ക് പ്രതിഫലം കിട്ടുന്ന അമലുകളാണത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്, മൂന്ന് കാര്യങ്ങൾ ഏതൊക്കെയാണ്, മൂന്ന് അമലുകൾ ഏതൊക്കെയാണ്. ഒന്നാമത്തെ അമൽ സദഖത്തുൻ ജാരിയ, ജാരിയായ സദഖയാണ്, നിലനിൽക്കുന്ന സദഖയാണ്. അവന് വേണ്ടി ആരെങ്കിലും സദഖ ചെയ്താൽ അവന്റെ കുടുംബക്കാര്, മക്കളല്ല, ബന്ധുമിത്രാദികൾ ആരൊക്കെയുണ്ടോ അവരൊക്കെ അവനക്ക് വേണ്ടി എന്ത് ചെയ്താലും അത് അവനക്ക് നിലനിൽക്കുന്ന സദഖയാണ്. അതിന്റെ പ്രതിഫലം അവനക്ക് കിട്ടുന്നതാണ്. ലോകാവസാനം വരെയും അവന്റെ കർമ്മ പുസ്തകത്തിൽ രേഖപ്പെടുത്തപ്പെടുന്നതാണ്. രണ്ടാമത്തെ പ്രയോജനപ്രദമായ ഇൽമാണ്. മൂന്നാമത്തത് വലദിൻ സ്വാലിഹിൻ യദ്ഉലഹു, അവന് വേണ്ടി പ്രാർത്ഥിക്കുന്ന സന്താനമാണ്. മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സന്താനങ്ങളില്ലേ, അവരിങ്ങനെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അവന്റെ ഖബറിലേക്ക് പ്രതിഫലം കിട്ടുന്നതാണ്. അത് നാളെ കർമ്മ പുസ്തകത്തിൽ രേഖപ്പെടുത്തുന്നതാണ്. അതുവഴി അവനക്ക് അവന്റെ പാപങ്ങളൊക്കെ അല്ലാഹു പുറത്തു കൊടുത്തേക്കാം. അതുവഴി അവനക്ക് സ്വർഗത്തിലെത്താനും ഉപകരിക്കുന്നതായ മൂന്ന് കാര്യങ്ങളാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതൊക്കെ നമുക്ക് കിട്ടുന്ന നല്ല ആളുകളിൽ നമ്മെല്ലാവരെയും അല്ലാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.